മാനവരാശിക്കുമേലുള്ള ദൈവത്തിൻ്റെ കരുതൽ അവർണ്ണനീയമാണ്. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് പ്രിയമക്കളായി വഴി നടത്തി സ്വർഗരാജ്യത്തിൻ്റെ സമ്പന്നതയിലേക്ക് ദൈവം അവരെ കരം പിടിച്ചുയർത്തുന്നു. ആ മഹനീയമായ രക്ഷാകര പദ്ധതിയിൽ ദൈവത്തോടൊപ്പം പങ്കാളികളാകുന്ന അനേകർ. അവരുടെ സമർപ്പണം അനവധി ആത്മാക്കളെ സത്യപ്രകാശത്തിലേക്ക് നയിക്കുന്നു. എക്കാലവും ദൈവം പ്രത്യേകമായി തെരഞ്ഞെടുക്കുന്ന ശുശ്രൂഷകരെ തൻ്റെ സാന്നിധ്യാവബോധവും ആത്മീയ ബോധ്യങ്ങളും നൽകി അവിടുന്ന് വളർത്തുന്നു. ഒരു വലിയ നാട്ടിൽ സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് വേരുപാകി അനേകായിരം പ്രവാസികൾക്ക് തങ്ങളുടെ അനുഗ്രഹീതമായ പാരമ്പര്യത്തിൽ തുടരുവാൻ അവസരമൊരുക്കിയ വലിയ ദൈവിക പദ്ധതിയുടെ കാര്യസ്ഥൻ. ചിക്കാഗോ രൂപതയുടെ ശില്പികളിലൊരാളും ഇന്ന് ന്യൂയോർക്ക് സെന്റ് തോമസ് ഫൊറോന പള്ളിയുടെ വികാരിയുമായ ബഹുമാനപ്പെട്ട ജോസ് കണ്ടത്തിക്കുടിയച്ചൻ തൻ്റെ ജീവിത മാതൃകയും പ്രവർത്തന തീക്ഷ്ണതയും കൊണ്ട് അനേകായിരങ്ങൾക്കിടയിൽ വ്യത്യസ്തമായ ഒരു ജീവിത സാക്ഷ്യമാണ്. ബാല്യകാലം മുതൽ ഇന്നോളവും അപ്രതീക്ഷിതമായ അവസരങ്ങളും ഒപ്പം പരാജയങ്ങളും തടസ്സങ്ങളും നിറഞ്ഞ ഒരു ജീവിതമാണ് ബഹുമാനപ്പെട്ട ജോസ് കണ്ടത്തിക്കുടിയച്ചൻ്റേത്. ചെറിയ പരാജയങ്ങൾ കൊണ്ടും പ്രതിബന്ധങ്ങൾ കൊണ്ടും തളരുകയും തോറ്റു പിന്മാറുകയും ചെയ്യുന്ന നമ്മിൽ അനേകർക്ക് വലിയ മാതൃകയും ബലവും പകരുന്ന അനുഭവങ്ങളാണിവ. സെമിനാരി വിദ്യാഭ്യാസ കാലത്തുടനീളവും തുടർന്നും വിജയങ്ങൾ മാത്രം കരസ്ഥമാക്കിയ അദ്ദേഹത്തിന് അതിനു പിന്നിൽ പങ്കുവയ്ക്കുവാൻ ഒരു വലിയ രഹസ്യമുണ്ട്. ദൈവപരിപാലനയുടെയും അവിടുന്നൊരുക്കിയ അത്ഭുതകരമായ വഴികളുടേതുമായ ഒരു രഹസ്യം. ബഹുമാനപ്പെട്ട ജോസ് കണ്ടത്തിക്കുടിയച്ചൻ്റെ ജീവിതാരംഭത്തിലെന്നും വിസ്മയനീയമായ ദൈവിക ഇടപെടലുകൾ ദൃശ്യമായിരുന്നു. സഹനത്തിൻ്റെയും വേദനകളുടെയുമായ നിമിഷങ്ങൾ സമ്മാനിച്ചിരുന്നതിനൊപ്പം പടിപടിയായി അദ്ദേഹത്തെ ദൈവം വളർത്തിക്കൊണ്ടിരുന്നു. ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ ആ ഷെമ്മാശൻ തലശ്ശേരി രൂപതാ നേതൃത്വത്തിനും അദ്ദേഹം എത്തിച്ചേർന്ന വടവാതൂർ സെമിനാരിയിലെ അധ്യാപകർക്കും പ്രിയങ്കരനായി തീർന്നു. വൈദിക പരിശീലനം 3 വർഷം പിന്നിട്ടപ്പോഴേക്കും റോമിൽ ഉപരിപഠനത്തിനയക്കുവാൻ രൂപതാ നേതൃത്വം തീരുമാനിച്ചപ്പോൾ തനിക്ക് 1 വർഷം നഷ്ടപ്പെടാതിരിക്കുവാൻ സെമിനാരി അധ്യാപകർ പ്രത്യേകം ക്ലാസുകൾ നൽകുകയുമുണ്ടായത് അദ്ദേഹം ഓർമ്മിക്കുന്നു. ഞാൻ ഇക്കൊല്ലം 1-ാം വർഷം പൂർത്തിയാക്കി 2-ാം വർഷം തുടങ്ങി എന്ന് പറഞ്ഞ് എന്നെ റോമിലേക്ക് വിട്ടാൽ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഉർബൻ യൂണിവേഴ്സിറ്റിക്കാർ എന്നെ ഫസ്റ്റ് ഇയർ റിപ്പീറ്റ് ചെയ്യാൻ പറയും, വീണ്ടും ആവർത്തിക്കണം. അത് അവിടുത്തെ രീതിയാണ്. അപ്പം അതുകൊണ്ട് റെക്ടറച്ചൻ പറഞ്ഞ് എൻ്റെ ഒരു കൊല്ലം നഷ്ടമാവുമല്ലോ, നഷ്ടപ്പെടാതെ നമുക്ക് ജോസിനെ സഹായിക്കാൻ ഒരു വഴി പ്രൊഫസറോട് ചോദിച്ചു. എല്ലാവരും നിങ്ങളുടെ വിഷയങ്ങൾ സെക്കൻഡ് ഇയറിൽ പഠിപ്പിക്കാൻ പോകുന്ന ആ വിഷയങ്ങൾ മുഴുവനും 1 മാസം കൊണ്ട് ഒരു തീവ്രയജ്ഞ കോഴ്സ് പോലെ നടത്തി പഠിപ്പിക്കാവോ? ഈ ബ്രദർ വന്നിരുന്ന് പഠിക്കും ഓരോരുത്തരുടെയും ക്ലാസ്സിൽ. എന്നിട്ട് 1 മാസം കഴിയുമ്പോൾ നമുക്കൊരു ജനറൽ എക്സാം വയ്ക്കാം, ശരിക്കുള്ള എക്സാം. ആ എക്സാമിൽ ഈ ബ്രദർ എഴുതുന്ന ഉത്തര പേപ്പർ നിങ്ങൾ എവാലുവേറ്റ് ചെയ്തിട്ട് കൃത്യമായ മാർക്ക് ഇടുക. അപ്പോൾ സെക്കൻഡ് ഇയറിലെ പോർഷൻ ഈ കുഞ്ഞ് തീർത്തതായിട്ട് ആ റെക്കോർഡ് എനിക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ വീണ്ടും സെക്കൻഡ് ഇയർ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും, ഫസ്റ്റ് ഇയർ സേവ് ചെയ്യാമല്ലോ എന്ന് പറയും.
അങ്ങനെ സമ്മതിച്ച് എന്നെ 1.5 മാസം കൊണ്ട് അവർ സെക്കൻഡ് ഇയറിൽ ഒരു കൊല്ലം ഇനി പഠിക്കാനിരിക്കുന്നതെല്ലാം പഠിപ്പിച്ചു. ആ പഠിപ്പിച്ചതെല്ലാം ഞാൻ ശ്രദ്ധിച്ച് കേട്ട് നോട്ട് എഴുതിയെടുത്തിട്ട് അവർ തന്ന പരീക്ഷ ചെയ്തു. ആ പരീക്ഷയിലും നല്ല മാർക്കുകൾ എല്ലാ വിഷയത്തിനും വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട്, ആ റിപ്പോർട്ട് കാർഡും കൊണ്ടാണ് ഞാൻ റോമിലേക്ക് പോകുന്നത്. റോമിലെ വിദ്യാഭ്യാസ കാലത്തുടനീളം ഏറെ അനുഗ്രഹീതമായ അവസരങ്ങൾ അദ്ദേഹത്തിന് ദൈവം നൽകിയിരുന്നു. മികച്ച വിദ്യാർത്ഥിയായി തുടരുവാൻ കഴിഞ്ഞിരുന്നതിനൊപ്പം വിലയേറിയ ജീവിതാനുഭവങ്ങളും കരസ്ഥമാക്കി മുന്നേറുവാൻ കഴിഞ്ഞത് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറി. ലോകത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സഹപാഠികളുമായുള്ള സൗഹൃദത്തിലൂടെ ഉയർന്ന കാഴ്ചപ്പാടുകൾ സ്വന്തമാക്കുവാനും വിവിധ ലോക സംസ്കാരങ്ങളെ അടുത്തറിയുവാനുമുള്ള അവസരം ലഭിച്ചിരുന്നത് ഏറെ കൃതജ്ഞതയോടെ അദ്ദേഹം സ്മരിക്കുന്നു. ഞാൻ റോമിൽ ചെല്ലുന്നത് ഡിസംബർ മാസം 2-ാം തീയതിയാണ്. ഡിസംബർ മാസം 3-ാം തീയതി ഫ്രാൻസിസ് സേവ്യറിൻ്റെ പെരുന്നാൾ ദിവസമാണ് ഞാൻ താമസിക്കാൻ പോകുന്ന പുതിയ പ്രൊപ്പഗാൻഡ കോളേജ് തോറേറോസ എന്ന് പറയുന്ന റോമിലെ സ്ഥലത്ത് വെഞ്ചരിക്കാൻ പോൾ 6-ാമൻ മാർപ്പാപ്പ വരുന്നത്. അപ്പം ഞാൻ തലേ ദിവസം ചെല്ലുന്നു. പിറ്റേ ദിവസം പോൾ 6-ാമൻ മാർപ്പാപ്പ ഞങ്ങളുടെ കോളേജ് വെഞ്ചരിക്കാൻ വരും. എന്തോ ഒരു ഭാഗ്യമത്. വാസ്തവത്തിൽ മാർപ്പാപ്പയെ കാണാൻ അവിടെ കാത്തുനിന്ന് ചിലപ്പോൾ ഒരു മാസമൊക്കെ വെയിറ്റ് ചെയ്ത് കാണണ്ട എനിക്ക് കിട്ടിയ ഭാഗ്യം. ഞാൻ ചെന്നതിൻ്റെ പിറ്റേ ദിവസം മാർപ്പാപ്പ ഞങ്ങളുടെ കോളേജ് ബ്ലെസ് ചെയ്തു. ഒരു പുതിയ കോളേജ് ഉഗ്രൻ. അവിടെ പഠിക്കാനും എനിക്ക് ഭാഗ്യം കിട്ടി. അങ്ങനെ ഫിലോസഫി സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ കഴിഞ്ഞു. അതിൻ്റെ പരീക്ഷ വന്നു, ലൈസൻഷിയേറ്റ് കിട്ടി. അപ്പോൾ അവിടെ കിട്ടുന്ന മാർക്കിനൊക്കെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നവർക്ക് എഴുതി കൊടുക്കുന്ന മുദ്ര ചെയ്യുന്നത് സുമ്മ കും ലൗദെ എന്നാണ്. ഏറ്റവും മാക്സിമം മാർക്ക് വാങ്ങി പ്രശംസനീയമായ വിജയം വരിച്ചു. സെക്കൻഡും തേർഡും ഇയറിൽ എനിക്ക് അങ്ങനെ കിട്ടി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കോളേജ് മാറണം. പിന്നെ ജനിക്കുളോ, വത്തിക്കാൻ്റെ അകത്ത് തന്നെ മാർപ്പാപ്പായുടെ ആ മുറിയുടെ നേരെ ഓപ്പോസിറ്റുള്ള ജനിക്കുളോ കുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ഉർബൻ മാർപ്പാപ്പ സ്ഥാപിച്ച ആ പ്രശസ്തമായ പ്രൊപ്പഗാൻഡ കോളേജ്, അവിടെയാണ് എനിക്ക് പിന്നെ പഠിക്കേണ്ടത്. മോൺസിഞ്ഞോർ ചെഞ്ചി വിശുദ്ധനായ ഒരു റെക്ടറച്ചനായിരുന്നു ഞങ്ങൾക്ക്. അവിടെ ഒരുപാട് പ്രൊഫസേഴ്സും, അവിടെ കോളേജ് ഒന്ന് അച്ഛന്മാർക്ക് താമസിക്കാൻ, യൂണിവേഴ്സിറ്റി വേറെ. അവിടേക്ക് ഞങ്ങൾ തോററോസയിൽ നിന്ന് ബസ്സിന് വന്നിരുന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ നടന്ന് മുറിയിലേക്ക് കയറിയാൽ മതി. യൂണിവേഴ്സിറ്റിയോട് ചേർന്നുള്ള കോളേജാണ്. അവിടെ പഠിച്ച് ദൈവശാസ്ത്രം 4 വർഷം പഠിച്ചു, പൂർത്തിയാക്കി. അപ്പോഴെല്ലാം നല്ല വിജയം നിലനിർത്താൻ സാധിച്ചു. കർത്താവ് എന്നെ കാത്തു. 59 രാജ്യങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സെമിനാരിക്കാരാണ് അന്ന് പ്രൊപ്പഗാൻഡ കോളേജിൽ പഠിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് സങ്കുചിതമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകാതെ വളരെ വിശാലമായി ലോകത്തിലുള്ള എല്ലാ കൾച്ചറുകൾ, എല്ലാ നിറങ്ങൾ, എല്ലാ സംസ്കാരങ്ങൾ, എല്ലാ തരം ഭാഷകൾ പറയുന്ന ഒരുപാട് അച്ഛന്മാരുടെ കൂടെ ഇടപഴകി ജീവിക്കാൻ സാധിച്ചതാണ് പ്രൊപ്പഗാൻഡ കോളേജിലെ വിദ്യാഭ്യാസം കൊണ്ട് എനിക്ക് കിട്ടിയ വലിയ കാര്യം. ബാല്യകാലം മുതൽ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്നം പൂവണിഞ്ഞത് 1971 റോമിൽ വെച്ചാണ്. പൗരോഹിത്യ പരിശീലനം പൂർത്തിയാക്കി ആ വർഷം മാർച്ച് 27 അദ്ദേഹം നവാഭിഷിക്തനായി. പ്രത്യേകമായൊരു ദൈവിക പദ്ധതിയുടെ ഭാഗമായി രൂപകൽപ്പന ചെയ്യപ്പെട്ട ഒരു ശുശ്രൂഷകൻ അവിടെ പിറവികൊള്ളുകയായിരുന്നു. ആ ജീവിതം ഈ ലോകത്തിനു മുന്നിൽ ഉദ്ഘോഷിക്കുന്ന ഒരു വലിയ സാക്ഷ്യമുണ്ട്. അത് ദൈവപരിപാലനയുടെയും അവിടുത്തെ അനന്ത കരുണയുടേതുമായ മഹത്തായ ജീവിത സാക്ഷ്യമാണ്. 1971 മാർച്ച് മാസം 27-ാം തീയതി അന്നാണ്
എനിക്ക് പട്ടം കിട്ടുന്നത്. ഞങ്ങൾക്ക് പട്ടം തരാൻ വത്തിക്കാനിലെ പ്രൊപ്പഗാൻഡ കോൺഗ്രിഗേഷൻ്റെ തലവനായിരുന്ന കാർഡിനൽ അഞ്ഞല്ലോ റോസി ഞങ്ങൾക്ക് ഈ 69 പേർക്ക് പട്ടം തന്നു. അതിലെല്ലാവരും ഇപ്പോഴില്ല. കുറച്ച് അച്ഛന്മാരെ ചിലർ പിടിച്ചു കൊണ്ടുപോയി, ചിലരെ വെടിവെച്ച് കൊന്നു. ആഫ്രിക്കൻ പ്രദേശങ്ങളിലൊക്കെയുള്ള ഒരുപാട് അച്ഛന്മാർ ഞങ്ങൾക്ക് നഷ്ടമായി. ഇപ്പോൾ ഞങ്ങളൊരു 40ഓളം അച്ഛന്മാർ ബാക്കിയുണ്ട്. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഒരുമിച്ച് റോമിൽ വീണ്ടും പോയി കൂടിയായിരുന്നു. ഏതാനും വർഷങ്ങൾ നീണ്ട റോമിലെ വിദ്യാഭ്യാസ കാലഘട്ടം ബഹുമാനപ്പെട്ട ജോസച്ചന് സമ്മാനിച്ച ജീവിതാനുഭവങ്ങൾ ഏറെയാണ്. പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷവും 2 വർഷത്തോളം പഠനങ്ങൾ തുടരേണ്ടിയിരുന്നതിനാൽ 73-ൽ തിരികെ നാട്ടിലെത്തുന്നതിനു മുമ്പുള്ള കാലങ്ങളിൽ തൻ്റെ ഒഴിവുവേളകൾ വിവിധ ജോലികൾക്കായി അദ്ദേഹവും സുഹൃത്തുക്കളും ചെലവഴിച്ചിരുന്നു. വിദ്യാഭ്യാസത്തിനും മറ്റ് വ്യക്തിപരമായ ആവശ്യങ്ങൾക്കുമുള്ള ധനം അങ്ങനെയാണ് അദ്ദേഹം കണ്ടെത്തിയിരുന്നത്. ഇത്തരത്തിൽ പൗരോഹിത്യ സ്വീകരണത്തിനു മുമ്പും പിന്നീടും സേവനം ചെയ്തിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് രൂപപ്പെട്ട വ്യക്തിബന്ധങ്ങളും അനവധിയായിരുന്നുവെന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. വൈദികനായിരിക്കുമ്പോൾ സ്വന്തമായിട്ട് പുസ്തകങ്ങൾ മേടിക്കാൻ എനിക്ക് ഒത്തിരി താല്പര്യമായിരുന്നു. അപ്പോൾ വൈദികനാകുന്ന പഠനകാലത്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൈസ വേണം. പോക്കറ്റ് മണിയൊക്കെ സൂക്ഷിച്ച് പുതിയ പുതിയ പുസ്തകങ്ങൾ വരുമ്പോൾ വായിക്കും, പഠിക്കും. പിന്നെ അവധിക്കാലത്ത് ഞങ്ങൾ ജർമ്മനിയിൽ പോയി ഫാക്ടറികളിൽ ജോലി ചെയ്യും. എല്ലാ അച്ഛന്മാരും പഠിച്ചവരൊക്കെ അങ്ങനെ ജോലി ചെയ്ത കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയത്. ആ കാശ് കൊണ്ട് വേണം പിന്നെ ഞങ്ങൾ പുസ്തകം മേടിക്കാനും നമ്മുടെ പ്രൈവറ്റ് കാര്യങ്ങൾ നടത്താനും. അങ്ങനെ ഞാൻ ജർമ്മനിയിൽ 1 കൊല്ലം മിൽക്ക് ഫാക്ടറി ജോലി ചെയ്തു. തൈര്, ബട്ടർ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വലിയ ഫാക്ടറിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ 1 കൊല്ലം ക്രവാറ്റൻ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ മനുഷ്യർ കെട്ടുന്ന ടൈ ഉണ്ടാക്കുന്ന ഒരു ടെക്സ്റ്റൈൽ കമ്പനി, അവിടെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ മാടക്കശ്ശേരി അച്ഛന്, വള്ളോപ്പള്ളി അച്ഛന്, അങ്ങനെ പലരും ഒരുമിച്ച് ഞങ്ങൾ ജോലി ചെയ്യാൻ പോകുന്നു. പിന്നെ 1 കൊല്ലം ഇരുമ്പ് ഫാക്ടറിയിൽ റൂർക്കലയിൽ നിന്നും ഒക്കെ വരുന്ന ഇരുമ്പ് അയിരുകൾ ഉരുക്കി വെള്ളം പോലെ ഇങ്ങനെ ഉരുകി തിളച്ച് വരുന്നതിൻ്റെ അകത്തുനിന്ന് റബ്ബർ ഷീറ്റ് അടിക്കുമ്പോൾ ഷീറ്റ് അടിച്ചുണ്ടാക്കുക. ആ ഒരു ജോലിയായിരുന്നു. അരമണിക്കൂർ മുമ്പ് ഈ ഫർണസിൻ്റെ മുമ്പിൽ പോയി നിൽക്കണം. എൻ്റെ ദേഹത്തെങ്ങും ഒറ്റ രോമം പോലും എല്ലാം കരിഞ്ഞു പോകുമായിരുന്നു. അത്രയും ചൂടിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഒരു 3 മാസം ജോലി ചെയ്തു ഫർണസിൽ. ഇതൊക്കെ വഴി ഞങ്ങൾക്ക് കിട്ടുന്ന നിസ്സാരമായ ശമ്പളങ്ങൾ സൂക്ഷിച്ചു വെച്ച് ഞങ്ങൾ പഠിക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്തിരുന്നു. അവിടെ ആയിരുന്നപ്പോൾ ഞാൻ ഡീൻസ്റ്റാക്കിൽ ഒരു ഹോസ്പിറ്റൽ ചാപ്ലിനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ പല ഇടവകളിൽ പോയി ജോലി ചെയ്തിട്ടുണ്ട്. വെനീസ് അടുത്ത് ഒരു ഇറ്റലിയിലെ ഒരു നല്ല ഇടവകയിൽ എനിക്ക് ജോലി ചെയ്യാൻ, എൻ്റെ പട്ടം കൂടാൻ വേണ്ടിയിട്ട് ആ ഇടവകയിൽ നിന്നാണ് അന്നത്തെ വികാരിയച്ഛൻ 50 പേരെയും കൂട്ടിക്കൊണ്ട് വന്ന് എനിക്ക് ഒരു സന്തോഷം തന്നത്. എൻ്റെ വീട്ടിൽ നിന്നോ നാട്ടിൽ നിന്നോ എനിക്ക് വേറെ ആരുമില്ലായിരുന്നു. കൂടെ പഠിക്കുന്ന അച്ഛന്മാർ, അവിടെ പഠിച്ചുകൊണ്ടിരുന്ന ചില കന്യാസികളും അല്ലാതെ വേറെ നാട്ടുകാരൊന്നും എൻ്റെ പട്ടം കൂടാൻ പറ്റിയില്ല. എന്നാൽ ഈ ഇറ്റലിയിൽ നിന്ന് വന്നവരും ജർമ്മനിയിലെ ക്രേഫെൽഡ് എന്ന് പറയുന്നിടത്തു നിന്ന് ഒരു ഡീക്കൻ ഗേർമാൻ ചേട്ടൻ, അവിടുന്ന് കുറേ ആൾക്കാരെ കൊണ്ടുവന്നു. അവരൊക്കെ ആയിരുന്നു പട്ടത്തിനും പുത്തൻ കുർബാനയ്ക്കുള്ളവർ. പിന്നെ കണിയാമറ്റച്ഛൻ, മാടക്കശ്ശേരി അച്ഛൻ, കൊല്ലക്കൊമ്പിലച്ഛൻ, വലിയമറ്റം പിതാവ്, ഇപ്പോഴത്തെ പിതാവ് ആയിരുന്ന അദ്ദേഹം, പിന്നെ വള്ളോപ്പള്ളി അച്ഛൻ, ആശാരി പറമ്പിലച്ഛൻ, കാപ്പിലച്ഛൻ, മാടക്കശ്ശേരി അച്ഛൻ, ഇവരൊക്കെയായിരുന്നു എൻ്റെ കൂട്ടുകാർ. അവരെല്ലാം ഞങ്ങളൊരു കുടുംബം പോലെയായിരുന്നു. സഹായം ഉണ്ടായിരുന്നു. ആയിരത്തി 1973 തിരികെ നാട്ടിലേക്കെത്തുന്ന കാലമായപ്പോൾ അക്കാലത്ത് സ്ഥാപിതമായ മാനന്തവാടി രൂപതയിലേക്കാണ് ബഹുമാനപ്പെട്ട ജോസ് കണ്ടത്തിക്കുടിയച്ഛൻ നിയോഗിക്കപ്പെട്ടത്. അഭിവന്യ ജേക്കബ് തൂങ്കുഴി പിതാവിൻ്റെ നേതൃത്വത്തിൽ
മുന്നേറിയ പുതിയ രൂപതയുടെ പിൽക്കാലത്തെ ചരിത്രത്തിൽ ബഹുമാനപ്പെട്ട കണ്ടത്തിക്കുടിയച്ചന് നിർണായകമായ സ്ഥാനമുണ്ട്. തുടർന്നുള്ള കാലങ്ങളിൽ രൂപതാ ചാൻസലർ, മതബോധനം, ഫാമിലി അപ്പസ്തോലേറ്റ് തുടങ്ങി വിവിധ വിഭാഗങ്ങളുടെ ഡയറക്ടർ, പിതാവിൻ്റെ സെക്രട്ടറി തുടങ്ങി ഏറെ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരുന്നു. ഞാൻ തിരിച്ചു നാട്ടിൽ വരുമ്പോഴേക്കും തലശ്ശേരി രൂപത വിഭജിച്ച് മാനന്തവാടി രൂപതയുണ്ടാകുന്നു. 73 മെയ് 1 അപ്പോൾ ആ രൂപതയുണ്ടായപ്പോൾ അവിടുത്തെ മെത്രാനായിട്ടാണ് എനിക്ക് പരിചയമുള്ള ആ തൂങ്കുഴി ജേക്കബ് അച്ഛൻ വരുന്നത്. അദ്ദേഹം മെത്രാനായി. അങ്ങനെ മാനന്തവാടി വയനാട്ടിൽ ഒരു രൂപതയുണ്ടായി. വള്ളോപ്പള്ളി പിതാവ് എന്നെ ആ രൂപതയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. മാനന്തവാടി രൂപതയിൽ ഞാൻ വന്ന് മാനന്തവാടിയിലെ സെൻറ്റ് ജോസഫ്സ് പ്രസ്, ഗിരിദീപമൊക്കെ അടിച്ചടിച്ചിരുന്ന ബഹുമാനപ്പെട്ട കഴിക്കച്ചാലച്ചൻ തുടങ്ങിയ ആ പ്രസ്സിൻ്റെ മാനേജരായിട്ടും കത്തീഡ്രൽ പള്ളിയിലെ അസിസ്റ്റൻ്റായിട്ടും എൻ്റെ ജോലി ആരംഭിച്ചു. ആദ്യമായിട്ട് ഞാൻ വയനാട് കാണുന്നത് അപ്പോഴാണ്. ഇവിടുത്തെ കോടയും തണുപ്പും ഒക്കെ എന്നെ വളരെ ആകർഷിച്ചിരുന്നു. ഏതായാലും അവിടെ നിന്ന് പിന്നെ എൻ്റെ പ്രവർത്തനം അങ്ങ് തുടങ്ങി. അരമനയിൽ പിതാവിൻ്റെ സെക്രട്ടറി ആയിട്ടും ചാൻസലറായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. മിഷൻ ലീഗിൻ്റെയും ഒക്കെ ഡയറക്ടറായിട്ട് കല്ലുങ്കമാക്കലച്ചനുണ്ടായിരുന്നു, ഞരളക്കാട്ടച്ചനുണ്ടായിരുന്നു. സാമൂഹ്യ സേവനത്തിൻ്റെ രംഗത്തും എനിക്ക് പ്രവർത്തിക്കാൻ പിതാവ് അവസരം തന്നു. കാറ്റഗിസത്തിൻ്റെ ഡയറക്ടറായിട്ട് കുറച്ചു കാലം ജോലി ചെയ്യാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് ഫാമിലി അപ്പോസ്റ്റലേറ്റ്, കുടുംബ പ്രേക്ഷിതത്വം, അതിലും എനിക്ക് ജോലി ചെയ്യാൻ ഒരുപാട് സേവനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ തിരുസഭയുടെ അടിസ്ഥാന വിളി പ്രേക്ഷിത ദൗത്യത്തിൻ്റെതാണ്. ഏകരക്ഷകന്റെ കരങ്ങളും ശബ്ദവുമായി മാറി ലോകമെങ്ങും സുവിശേഷ സന്ദേശം അറിയിക്കേണ്ടത് ഓരോ സഭാമക്കളുടെയും ഉത്തരവാദിത്തമാണ്. ആദിമ നൂറ്റാണ്ടു മുതൽ മാർ തോമാസ് ലീഹായുടെ പിന്മുറക്കാരായി ശക്തമായ വിശ്വാസ പാരമ്പര്യത്തിൽ ജീവിക്കുന്ന കേരള സഭാ സമൂഹത്തിൻ്റെ പ്രേക്ഷിത തീഷ്ണത എടുത്തു പറയേണ്ടതുണ്ട്. സീറോ മലബാർ സഭയിൽ തലശ്ശേരി രൂപതയിൽ ആരംഭിച്ച വലിയൊരു പ്രേക്ഷിത ദൗത്യം ഇന്ന് അനേകം രൂപതകളിലായി വികസിച്ച് വലിയൊരു സഭാ സമൂഹമായി നിലകൊള്ളുമ്പോൾ കുടിയേറ്റ പിതാവായി മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവിൻ്റെ നേതൃത്വം അവിടെ നിർണായകമാണ്. ബഹുമാനപ്പെട്ട ജോസ് കണ്ടത്തിക്കുടിയച്ചൻ്റെ പിൽക്കാല ജീവിതത്തിൽ തിരുസഭയുടെ ഈ വലിയ പ്രേക്ഷിത ദൗത്യത്തിലുള്ള പങ്കാളിത്തം വളരെ പ്രാധാന്യമർഹിക്കുന്നു. മാനന്തവാടി, തലശ്ശേരി ഈ രൂപതകളുടെ എല്ലാം അടിസ്ഥാനം നമ്മുടെ വള്ളോപ്പള്ളി പിതാവാണ്. വള്ളോപ്പള്ളി പിതാവ് പണ്ട് മോശ ഇസ്രായേൽ ജനതയെ പുറപ്പാടിൻ്റെ വഴിയിലൂടെ കൊണ്ടുപോയതുപോലെയാണ് ഈ തലശ്ശേരി രൂപതയെ കൊണ്ടുവന്നത്. ഒത്തിരി ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഈ മാനന്തവാടി രൂപതയെ അദ്ദേഹം സംവിധാനം ചെയ്തത്. അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച കഴിക്കിച്ചാലിലച്ഛനെയും മറ്റച്ഛന്മാരെയൊക്കെ നന്ദിയോടുകൂടി ഓർക്കാനേ സാധിക്കത്തുള്ളൂ. തലശ്ശേരി രൂപത വിഭജിച്ച് മാനന്തവാടി ഉണ്ടായതിന് പുറമെ പാലക്കാട് രൂപതയുണ്ടായി. പാലക്കാട് രൂപത എല്ലാവരും വിചാരിക്കുന്നത് തൃശ്ശൂർ വിഭജിച്ചുണ്ടായതാണെന്ന്. അതല്ല സത്യം. തൃശ്ശൂർ രൂപതയിൽ നിന്ന് 75% സ്ഥലം കിട്ടി, ഏരിയ. എന്നാൽ തലശ്ശേരി രൂപതയിൽ നിന്നാണ് 75% ജനങ്ങളെ പാലക്കാട് രൂപതയ്ക്ക് കൊടുത്തത്. കാഞ്ഞിരപ്പുഴ, ഇഞ്ചിക്കുന്ന്, കാരാകുർശി, മണ്ണാർക്കാട് ഇങ്ങനെയുള്ള ഒരുപാട് ഏരിയകളിൽ 8-10 ഇടവകളിലുള്ള മനുഷ്യരെല്ലാം പാലായിൽ നിന്ന് കുടിയേറിയ നല്ല കർഷകരായ അവരെല്ലാം പാലക്കാട് രൂപതയ്ക്ക് കൊടുത്തപ്പോഴാണ് പാലക്കാടിനൊരു ഒരു ഒരു ഐശ്വര്യമായത്. അങ്ങനെ പാലക്കാട് രൂപത തലശ്ശേരിയുടെയും തൃശ്ശൂരിൻ്റെയും സംയുക്ത ശിശുവാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ താമരശ്ശേരി രൂപത ഉണ്ടാകുന്നത്. പിന്നെയോ ഇതാ ബെൽത്തങ്ങാടി രൂപതയായി കർണാടകയിൽ. വീണ്ടും
ഭദ്രാവതി രൂപതയായി കർണാടകയിൽ, വീണ്ടും മാണ്ഡ്യ രൂപതയായി കർണാടകയിൽ. രൂപതകൾ എത്രമാത്രമാണ്! അപ്പോൾ തലശ്ശേരിയിൽ നിന്ന് തുടങ്ങിയ ആ കുടിയേറ്റ ജനതയുടെ പ്രവർത്തന വിജയമായിട്ടാണ് ഈ എക്സ്പാൻഷൻ ഓഫ് ദ ചേർച്ച്, സഭയുടെ വികസനം ഈ മേഖലകളിലേക്ക് ഞാൻ കാണുന്നത്. പിന്നീട് സഭ വികസിക്കുന്നതിന് വീണ്ടും ഒരു തേർഡ് ഫേസ് ഓഫ് കുടിയേറ്റം, അതാണ് വിദേശത്തേക്കുള്ള ജോലി തേടിയുള്ള പോക്ക്. മാനന്തവാടി രൂപതയുടെ തുടക്കകാലങ്ങളിൽ രൂപതാഭരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിച്ചിരുന്ന ബഹുമാനപ്പെട്ട ജോസ് കണ്ടത്തിക്കുടിയച്ഛൻ്റെ ജീവിതത്തിൽ ദൈവനിശ്ചിതമായ ഒരു വലിയ വഴിത്തിരിവിനുള്ള നാളുകൾ ഒരുങ്ങുകയായിരുന്നു. ഒരുപക്ഷെ അച്ഛൻ കൂടുതൽ താൽപ്പര്യത്തോടെ വീക്ഷിച്ചിരുന്ന പ്രവർത്തന മേഖലകളെല്ലാം ഉപേക്ഷിച്ച് പുതിയ സമൂഹങ്ങൾ തിരുസഭയ്ക്കായി രൂപപ്പെടുത്തുന്നതിനുള്ള ഉത്തരവാദിത്തങ്ങൾ സ്വയം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ജനമധ്യത്തിലേക്കിറങ്ങി. അത് തികച്ചും ദൈവനിയോഗിതമായ മഹത്തായ ഒരു ദൗത്യമായിരുന്നുവെന്ന് കാലം തെളിയിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പുതിയ എൻ്റെ സ്വപ്നമുള്ള എൻ്റെ കാര്യസ്ഥമെന്ന് ഞാൻ കരുതിയിരുന്ന കാര്യങ്ങളെല്ലാം മാറ്റി വേറൊരു കാര്യസ്ഥത്തിൻ്റെ മേഖലയിലേക്ക് ദൈവം എന്നെ പതുക്കെ തള്ളിവിടുന്നു. ക്ലാസ് എടുക്കുന്നത് എനിക്കിഷ്ടം, ധ്യാനിപ്പിക്കുന്നത് ഇഷ്ടം, അതേപോലെ പ്രസംഗിക്കുന്നത് ഇഷ്ടം. ഇതൊക്കെ എനിക്ക് സ്വതസിദ്ധമായിട്ട് കിട്ടിയ ചില കഴിവുകൾ ആണ്. അത് ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു കാര്യസ്ഥമായിട്ട് കരുതിയിരുന്നു. എന്നാൽ പിന്നീട് മനസ്സിലായി, ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതായിരുന്നില്ല ദൈവം എന്നിൽ നിക്ഷേപിക്കാനിരുന്ന കാര്യസ്ഥം. അത് ഇടവകകൾ രൂപപ്പെടുത്തുക എന്ന. ഒരു പ്രാവശ്യം ഒരു മന്ത്രി അരമനയിൽ വന്നു. ആ മന്ത്രി പിതാവിനോട് ചോദിച്ചു, വയനാട് ഒരു ജില്ലയാകുമെന്ന് പിതാവിന് പ്രതീക്ഷയുണ്ടോ? ഉണ്ട്. ഇപ്പോൾ പിതാവിനോട് ചോദിച്ചു, എവിടെയായിരിക്കും ജില്ല? പിതാവ് എടുത്ത വാക്കിന് പറഞ്ഞു, മാനന്തവാടി. അപ്പം മന്ത്രി പറഞ്ഞു, അല്ല പിതാവേ, ഞങ്ങൾ തീരുമാനം എടുത്തു, കൊടുക്കാൻ പോകുന്നത് മാനന്തവാടിയല്ല, ബത്തേരിയല്ല, കൽപ്പറ്റയാണ്. പിതാവിന് കൽപ്പറ്റയെ പള്ളിക്ക് സൗകര്യമോ സ്ഥലമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, കൽപ്പറ്റയിൽ ആരെങ്കിലും നമ്മുടെ മനുഷ്യരുള്ളതായിട്ട് പോലും അറിയത്തില്ല, സിറോ മലബാറിൻ്റെ സാന്നിധ്യമില്ല. എന്നാൽ വേറെ വേഗം എന്തെങ്കിലും അവിടെ ഉണ്ടാക്കിക്കോ, നവംബർ 1 ആകുമ്പോഴേക്കും ഞങ്ങൾ ജില്ല പ്രഖ്യാപിക്കും, ഇപ്പോൾ ആരോടും പറയേണ്ടത്. അപ്പോഴാണ് പെട്ടെന്ന് പിതാവ് അച്ഛന്മാരുടെ പ്രീസ് കൗൺസിൽ വിളിക്കാൻ പറഞ്ഞു. വിളിച്ചു, അന്വേഷിച്ചു. കൽപ്പറ്റയിൽ ഒരു ഇടവക തുടങ്ങാനുള്ള സാധ്യതയെക്കുറിച്ച് ചില പ്രഗത്ഭരായ അച്ഛന്മാരെയൊക്കെ പിതാവ് വിളിച്ചു ചോദിച്ചു, കൽപ്പറ്റയിൽ പോയി സ്റ്റാർട്ട് ചെയ്യാമോ? അപ്പോൾ പിതാവിന് അനുകൂലമായ ഒരു മറുപടിയൊന്നും വന്നില്ല. അപ്പോൾ അന്ന് പിതാവിനോട് കൂടെ ഞാനും പോയിരുന്ന് ആരാധിച്ചു. പിതാവിനോട് ആരാധന കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പിതാവിന് ഒത്തിരി വിഷമമുണ്ടെന്ന് മനസ്സിലായി, കൽപ്പറ്റയിൽ തുടങ്ങാൻ ആരെയും കിട്ടാത്തതുകൊണ്ട് ഞാനെന്നാൽ ഒരു പ്രപ്പോസൽ പറയാം, പിതാവെ ഞാൻ പോയി അത് സ്റ്റാർട്ട് ചെയ്യട്ടെ, പിതാവ് അനുഗ്രഹിക്കുകയാണെങ്കിൽ. അങ്ങനെയാണ് 1978 ജനുവരി 6-ാം തീയതി ഞാൻ കൽപ്പറ്റയിൽ ചെന്ന് താമസം തുടങ്ങുന്നത്. ഒരു കരുണൻ ഓഫീസറുടെ അടുത്ത്, അദ്ദേഹം ഈ ഗിരിജന വർഗങ്ങൾക്കുള്ള ഡെവലപ്മെൻറ്റ് പേഴ്സണായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം ഒരു വീട് വാടകയ്ക്ക് കിട്ടി. അങ്ങനെ ആ വാടക വീട്ടിൽ ഞാൻ താമസിക്കാൻ പോവുകയാണ്. അപ്പോൾ കാട്ടടിയച്ഛനാണ് എന്നെ അവിടെ കൊണ്ടുപോയി വിടുന്നത്. ഒരു 5-6 ഗ്ലാസും ഒരു സ്റ്റൗവും ഒരു വെള്ളം തിളപ്പിക്കാനുള്ള അലുമിനിയം പാത്രവും അതുമൊക്കെ ആയിട്ട് ഞങ്ങൾ പോയി എൻ്റെ ജീവിതം അവിടെ കൽപ്പറ്റയിൽ തുടങ്ങുകയാണ്. കൽപ്പറ്റയിലും പരിസര പ്രദേശങ്ങളിലുമായി പുതിയ ഒരു ഇടവക സമൂഹത്തിനായുള്ള കുടുംബങ്ങളെ കണ്ടെത്തുകയും ഒരുമിച്ച് കൂട്ടുകയും ശ്രമകരമായിരുന്നു. എന്നാൽ ബഹുമാനപ്പെട്ട കണ്ടത്തിക്കുടിയച്ഛൻ്റെ കഠിന പ്രയത്നവും സർവോപരി അദ്ദേഹത്തിലൂടെ ഉണ്ടായ ദൈവിക ഇടപെടലുകളും
കൽപ്പറ്റ ടൗണിലും പരിസരത്തുമായി 4 ഇടവകകളുടെ രൂപീകരണത്തിന് വഴിയൊരുക്കി. കൽപ്പറ്റ ടൗൺ ഉൾപ്പെടുന്ന സെന്റ് വിൻസെന്റ് ഡി പോൾ ഇടവകയും ദേവാലയവുമായിരുന്നു അതിൽ പ്രധാനം. പിറ്റേ ദിവസം മുതൽ ഒരു സഞ്ചിയൊക്കെ തൂക്കിയിട്ട് ഞാൻ ഇറങ്ങി ഇങ്ങനെ നടക്കുന്നു. ആരെങ്കിലും കാണുമ്പോൾ മലയാളികളല്ലേ എല്ലാവരും, പക്ഷേ ക്രിസ്ത്യാനികളാണെന്ന് തിരിച്ചറിയുന്ന ഭാഷ കൊണ്ട്. അങ്ങനെ കണ്ടുമുട്ടിയവരും പിന്നെ അങ്ങാടിയിൽ മാർക്കറ്റിൽ പാറ്റാനി തുടങ്ങി കുറേ കുടുംബങ്ങളുണ്ടല്ലോ, അപ്പോൾ അവരെയൊക്കെ കണ്ടു, അവരോടൊക്കെ ചോദിച്ചു. ഇങ്ങനെ ക്രിസ്ത്യാനികളുടെ ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി ഞാനിങ്ങനെ തേടി നടന്ന് ഒരുപാട് പേരെ കണ്ടെത്തി. അവരോട് പറഞ്ഞു ഒരു ഇടവക തുടങ്ങാൻ ഞാൻ വന്നതാണ്. ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പേ ഒരു ഓലപ്പുരയ്ക്കൽ പാപ്പച്ചൻ എന്ന് പറയുന്ന ഒരു തരിയോടുകാരൻ ബ്രോക്കർ ചേട്ടനെ കണ്ട് ഇവിടെ ഒരു സ്ഥലം വാങ്ങിക്കാൻ ഏർപ്പാട് ചെയ്തിരുന്നു. ആ ചേട്ടൻ ഇടപെട്ടതുകൊണ്ട് 10 ഏക്കർ നിരന്ന ഭൂമി കൽപ്പറ്റ പുഴയുടെ തീരത്ത് ഒരു വശം, അതുപോലെ മെയിൻ റോഡ് മറ്റു വശം, അങ്ങനെയുള്ള ഒതുങ്ങിയ ഒരു ഭൂമി കിട്ടി. അത് വിൻസെൻഷൻ സിസ്റ്റേഴ്സിനെ ഞാൻ സമീപിച്ചു. അവരോട് ചോദിച്ചു ഇതിൽ ഈ ഭൂമി വാങ്ങിക്കാമോ, എന്നിട്ട് പള്ളിയിൽ കുറച്ചെടുക്കാം, അത്യാവശ്യം പള്ളിക്ക്. അവർ സമ്മതിച്ചു. അവർ പൈസ മുടക്കി ഈ സ്ഥലം വാങ്ങി നമുക്ക് പകുതി തന്നു, പകുതി ബാക്കിയുള്ളത് അവരും എടുത്തു. അങ്ങനെ ഞാൻ അവിടെ പള്ളി തുടങ്ങാൻ പോവാം. ഈ പള്ളി തുടങ്ങാൻ നേരത്ത് അതിനു വേണ്ടിയിട്ട് സാമ്പത്തിക സഹായം പിതാവിന് വളരെ സുഹൃത്തായിരുന്ന പാഡർബോർഡിലെ ആർച്ച് ബിഷപ്പ് ഡേഗൻ ഹാർട്ട് അദ്ദേഹം കുറേ സഹായിച്ചതുകൊണ്ട് ഇവിടെ പള്ളി പണിയാൻ പറ്റി. ഈ ഇടവക ഒരുപാട് വളർന്നിരിക്കുന്നു എന്ന് കാണുന്നതിൽ എൻ്റെ സ്ഥാപകൻ എന്നുള്ള നിലയിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ദൈവാത്മാവിൻ്റെ കരസ്പർശമേറ്റ ഒരഭിഷിക്തൻ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന വീഥികളിൽ അനേകർ തിരുസഭയോട് ചേർന്ന് മഹത്തായ പ്രേഷിത ദൗത്യത്തിൽ പങ്കാളികളായി മാറി. സഭയുടെ കൂട്ടായ്മയിൽ പങ്കുചേർന്ന് ദൈവസ്നേഹത്തിൻ്റെ ഉറപ്പേറിയ പാതയിൽ മുന്നേറുവാൻ ഈ ജീവിതാനുഭവങ്ങൾ അനേകർക്ക് പ്രചോദനം പകരട്ടെ. ഈ ശുശ്രൂഷകന്റെ വഴികളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. മേട്ടുപ്പാളയത്ത് നിന്ന് പോയി തെങ്ങിൻ്റെ ഓലയും വാങ്ങിച്ചുകൊണ്ട് വന്ന് ഒരു ഷെഡ് പണിയാം. അപ്പോൾ നമുക്ക് ദിവസവും പള്ളി പണിയുകയും ആൾക്കാർ പൊളിക്കുകയും ഒന്നും ചെയ്യണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ സ്ഥലം വിട്ടുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരോടും പറഞ്ഞപ്പോൾ അത് ഇഷ്ടമായി. ഞങ്ങളുടനെ ഓല കൊണ്ടുവന്നു, അതിൻ്റെ മുകളിലൊരു ഷെഡ് ഉണ്ടാക്കി, പിന്നെ സ്ഥിരം പള്ളിയായിട്ട് അതങ്ങ് വെച്ചു. കാട്ടുപന പിതാവ് തൂങ്കുഴി പിതാവിനോട് പറഞ്ഞു, പിതാവേ ഞാനെന്നാൽ പിതാവിൻ്റെ ഒരച്ഛനെ എടുക്കുകയാണ്. അങ്ങനെ ആണ് കണ്ടെത്തിക്കുടി ആയ എന്നെ കാട്ടുപന പിതാവ് ചോദിച്ചു, പിതാവ് കൊടുത്തു. ഞാനങ്ങനെ നിയുക്തനാകുകയാണ് ചിക്കാഗോയ്ക്ക് പോകാൻ. ഒരുപാട് മില്യൺ കണക്കിന് മനുഷ്യരുള്ളതിൻ്റെ ഇടയിൽ അവിടെ ഇവിടെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഇവരെ തേടി പിടിച്ച് ഒരുമിച്ച് കൂട്ടി ഒരു ഇടവകയാക്കണം. അതാണ് അങ്ങനെ കൊച്ചു കൊച്ചു സമൂഹങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു രൂപതയ്ക്ക് വേണ്ടി അപേക്ഷിക്കണം. ഇതാണ് എൻ്റെ ദൗത്യം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എന്നും കുർബാന ചെല്ലുന്നത്. കുർബാനയിൽ ഞാൻ ശരിക്കും യേശുവിനെ അനുഭവിക്കുന്നുണ്ട്. യേശു എന്നെ എടുത്തു, എന്നെ വാഴ്ത്തി, എന്നെ വിഭജിക്കുന്നു, എന്നെ മറ്റുള്ളവർക്കായി കൊടുക്കുന്നു. അതാണ് എൻ്റെ ദൈവവിളി എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക.